തൃക്കാക്കരയിലേക്ക് എന്നെ ബോധപൂർവ്വം നിർത്തിയത് തന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയ ഭാവി മുന്നോട്ട് പോക്കൊണ്ടാവാൻ പാടില്ല. ചതിച്ചതല്ലേ ബ്രോ, ഒന്ന് ആലോചിച്ചു. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി രാഷ്ട്രീയ ഭാവി തകർത്തു. യഥാർത്ഥ സംഭവം നടക്കുന്നത്. ഞാൻ തൃക്കാക്കര ഫെബ്രുവരി 25 സാബു സാറിനോട് ചോദിച്ചുകൊണ്ടല്ലോ, തൂക്കിയല്ലോ നാദാ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. കാര്യം തൃക്കാക്കരയിൽ BJPക്കും സംഘടനാപരമായി ദൗർബല്യമുള്ള സ്ഥലമാണ്. അവർ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. സമ്മതിച്ചേ? ആണല്ലോ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. തൃക്കാക്കരയിലെ സാധ്യത വേറെ ആരും കാണാത്ത സാധ്യതകളാണ് ഞാൻ കാണുന്നത്. എന്താ കണ്ടത്? എന്താ സംഭവം പറ കേക്കട്ടെ. ഇപ്പൊ 23,000 പേര് താമരയ്ക്ക് ഒരിക്കൽ കുത്തി, 14,000 പേർ 2020 കുത്തിയാൽ മാരാരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. 37,000 പേര് രാഷ്ട്രീയം മാറി ചിന്തിച്ചവരാണ്. ഞാൻ ജയിക്കാനായിട്ടൊരു കളിക്കിറങ്ങിണ്ട്, അതിൽ തന്റെ സപ്പോർട്ട് വേണം എനിക്ക്. പ്ലസ് എന്നെ പോലൊരു സ്ഥാനാർത്ഥി. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്. നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട്. അഖിൽമാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. വല്ലാത്തൊരു പൊട്ടലായി പോയി. പൊട്ടി ഇവിടെ ഇപ്പൊ ജയിക്കുന്ന ഒരു സാധ്യതയില്ല. പറ്റാത്ത പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ. അഖിലേട്ടൻ പരാജയപ്പെട്ടാൽ പോലും 2ാം സ്ഥാനം വന്നാൽ പോലും അത് വിജയവാ. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാണ്. പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നു. അതായത് 3-ാം സ്ഥാനം മുതൽ അങ്ങോട്ട് തിരിച്ചാണെന്നുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് അങ്ങോട്ട് തോൽവി എന്ന നിലയ്ക്കുള്ള അംഗീകാരമാണ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. അഖിലിന് തൃക്കാക്കര മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തിനു മത്സരിച്ചു, ആരെ നിർബന്ധിച്ചു എന്നാണ് ഈ സാബു ജേക്കബ് ചോദിക്കുന്നത്. മതി, അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. എന്നിട്ട് പോടാ.